ഹായ് ഹലോ വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഞാൻ അഭിജിത്ത് എടോനി, സൈലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച എന്ത് നടന്നിട്ടുണ്ട്, 2 പ്രിലിംസ് ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള എക്സാം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദ്യങ്ങൾ വന്നിട്ട് 20ഓളം ചോദ്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ചോദിച്ചിട്ടുണ്ട് വിത്ത് കറണ്ട് അഫയേഴ്സ് ഫാക്റ്റായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഘട്ടം, ഇനിയൊരു ഘട്ടം കൂടി നമ്മൾ മാറ്റിവെച്ച ഘട്ടത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും കഴിഞ്ഞ ദിവസം മഴ കാരണം കൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്തവർക്ക് ഒരു അവസരം കൂടി നൽകിക്കൊണ്ട് PSC ഒരു ഘട്ടം കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമുകളിൽ നിന്നും കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെയും നടക്കാതിരുന്ന 2ാമത്തെയും ഘട്ടത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ റിവിഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകൾ വെച്ചിരുന്നു. അതേ സാധനത്തിൽ നിന്നാണ് ഈ 3ഉം 4ഉം ഘട്ടത്തിലുള്ള എക്സാമിൽ നടന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി എഴുതാൻ പോകുന്ന ആളുകൾ നിർബന്ധമായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. മാത്രമല്ല, ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് ക്ലാസ്സുകളിലൂടെ നമ്മുടെ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകളിലൂടെ അല്ലാതെ തന്നെ യൂട്യൂബിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിവിഷൻ ക്ലാസ്സും അത് കൂടാതെ 2 മാരത്തോൺ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഒരു 99% ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. 8 അവസാനം നടന്നിട്ടുള്ള നമ്മുടെ ഒരു മാരത്തോൺ ക്ലാസ്സിൽ നിന്നും തന്നെ മാത്രമായിട്ട് 1 മണിക്കൂർ നടന്ന ഒരു മാരത്തോൺ ക്ലാസ്സിൽ നിന്ന് മാത്രമായി ഒരു 15ലധികം ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗുണകരമായിരിക്കും. അതൊക്കെ നിങ്ങൾ കാണുക. അതിനൊപ്പം നമ്മൾ എക്സാം അടുപ്പിച്ച് തന്നെ മറ്റൊരു മാരത്തോണായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ച അല്ലെങ്കിൽ ഈ 3-4 ടേമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളുമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് എന്തൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതെന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 3-4 ഘട്ടത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിരുന്നതെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു ചോദ്യം കണ്ടോ, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരെന്നാണ്. വർഷങ്ങളായിട്ട് ഒരു 10-20 കൊല്ലമൊക്കെ ആയിട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PSC മാറിയതിന് ശേഷം, മാറിയതിന് മുമ്പും ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ. ദേശീയ പതാക എന്ന് പറയുന്നൊരു പതാക ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയത് ആരെന്നാണ്. ആ അന്താരാഷ്ട്ര വേദി എന്ന് പറയുന്നത് ജർമ്മനിയിലായിരുന്നു. എവിടെയായിരുന്നു ഇത് നടക്കുന്നത്? ജർമ്മനിയിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്, ജർമ്മനിയിൽ. ഓക്കെ, ആ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് 1907 എന്ത് ചെയ്യുന്നത്, മാഡം ഭിക്കാജി ഗാമ, ആരാണ്, മാഡം ഭിക്കാജി ഗാമ വിദേശത്ത് വെച്ചിട്ട് ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. ഓക്കെ, അന്നൊന്നും നമ്മുടെ ഇന്ത്യയുടെ പതാക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു പതാകയൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാലഘട്ടമല്ല. പലരും പല രീതിയിലുള്ള പതാകകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പതാക എന്ന് പറഞ്ഞ ഒരു രീതിയിൽ 1906ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പതാക കൊൽക്കത്തയിൽ എന്ത് ചെയ്യുന്നത്, ഉയർത്തുന്നത്. സുരേന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഉയർത്തുന്നത്. അന്ന് ആ പതാക വന്ദേമാതരം പതാക എന്നുള്ള രീതിയിൽ, സ്വരാജ് പതാക അല്ലേ, എന്താണ് പറയുക, വന്ദേമാതരം പതാക എന്നുള്ള രീതിയിലൊക്കെ, സ്വദേശി പതാക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ആ പതാകയിൽ എന്താണ്, 8 താമരകളും 8 പ്രവിശ്യകളെ സൂചിപ്പിക്കുന്ന 8 താമരകളും വന്ദേമാതരം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു പദവും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു പതാകയായിരുന്നു. പിൻകാലത്ത് 1907ലാണ് അതിനുശേഷം ജർമ്മനിയിൽ വെച്ചിട്ട്, സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ട് മാഡം ഭിക്കാജി ഗാമ ഇങ്ങനെ ഒരു പതാക ഉയർത്തുന്നത്. അപ്പോൾ പതാകയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 3 ടൈമിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പതാക നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെയാണ്. അപ്പോൾ ഇത് ആരെന്നെയാണ്, മാഡം ഭിക്കാജി ഗാമയാണ്. മുന്നോട്ട് പോകുമ്പോൾ പതാകയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നമ്മൾ ഇനിയും പറയുന്നതായിരിക്കും. then അടുത്തൊരു ചോദ്യം നോക്കിക്കോ, ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചതെന്ന്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ദേശീയ കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ദേശീയ കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത് അത് അംഗീകരിച്ച ദിവസമാണ്. ഓക്കെ, ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ച എന്നാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ. ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചിരിക്കുന്നത് എന്നാടാ, അത് 1950 ജനുവരി 24-നാണ്. ജനുവരി 24-നാണ് നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്, ജനഗണമനയും വന്ദേമാതരവും. ഓക്കെ, ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ജൂലൈ 22, അതായത് ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോവല്ലേ. അപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് അവിടെ ചെങ്കോട്ടയിൽ എന്ത് ഉയർത്തണം, പതാക ഉയർത്തണ്ടേ, നമ്മുടെ ദേശീയ പതാക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ദേശീയ പതാക ഉയർത്തണമെങ്കിൽ ആ ഓഗസ്റ്റ് 15-ന് മുൻപെങ്കിലും അത് തീരുമാനിച്ച് വെക്കണ്ടേ, ഏതാണ് ആ ദേശീയ പതാക എന്ന്. അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് കൊടുക്കുന്നത് ഓഗസ്റ്റ് 15-ന് മുമ്പാണ്. 47 ജൂലൈ 22-നാണ്, ഓർത്തിരിക്കുക.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു അഡ്ഹോക്ക് കമ്മിറ്റി, പതാക നിർമ്മിക്കാനുള്ള ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഒക്കെ നിർമ്മിച്ചിരുന്നു കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പുതിയ പതാക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പതാക അഡ്ഹോക്ക് കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിരുന്നു. ആ പതാക അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് ഓർത്തിരിക്കുക. രാജേന്ദ്ര പ്രസാദ്. ഓക്കെ ആണ്. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് ചെയർമാനായിട്ടുള്ള അഡ്ഹോക്ക് കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചുകൊണ്ടാണ് പതാക കണ്ടുപിടിച്ച് അത് പിന്നീട് 1947 ജൂലൈ 22 എന്ത് ചെയ്തിരിക്കുന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു കൊടുത്തതെന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ അംഗീകരിച്ചതിൻ്റെ ഭാഗമായി പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഏതാണ്? ദേശീയ ചിഹ്നം അല്ലേ? ദേശീയ ചിഹ്നം എന്ന് പറയുന്ന സിംഹമുദ്ര. ആ ദേശീയ ചിഹ്നമായിട്ട് സിംഹമുദ്ര അംഗീകരിച്ചിരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26-നാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ട് സിംഹമുദ്ര അംഗീകരിച്ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഡേറ്റ് ആണ്. ഏതാണ്? നമ്മുടെ ദേശീയ കലണ്ടറായിട്ടുള്ള ശകവർഷ കലണ്ടർ അംഗീകരിച്ച 1957 മാർച്ച് 22-നാണ് നമ്മുടെ ദേശീയ കലണ്ടർ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ 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 അധികം കൂടുതലാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് 1950 ജനുവരി 24 എന്ന് പറയുന്ന ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ, കിട്ടുന്നതാണ്. നമ്മൾ ഒരുപാട് എല്ലാ പ്രിലിംസിൻ്റെ റിവിഷൻ ക്ലാസ്സുകളിലും മാരത്തോണിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. ദെൻ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഒരു സ്ഥാനം അർഹതയില്ലാതെ വഹിക്കുന്നു. അങ്ങനെ അർഹതയില്ലാത്തൊരു സ്ഥാനം വഹിക്കുമ്പോൾ അത് വഹിക്കാൻ നിനക്ക് എന്ത് അധികാരമാണത് വഹിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് കോ വാറന്റ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, റിട്ടുകളിൽ നിന്നും കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. റിട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയുമാണ് നമ്മുടെ ഇന്ത്യയിലെ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 5 റിട്ടുകളാണുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് അധികാരം എന്ന് പറയുന്ന കോ വാറന്റോ അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്തതോ യോഗ്യതയില്ലാത്തതോ ആയ ഒരു സ്ഥാനം വഹിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന റിട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ വാറന്റ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യാണ്, ജോലി ചെയ്യാതിരിക്കുകയാണ്. മനസ്സിലായോ? അയാളുടെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതാണ് മാൻ ഡു മസ്റ്റ് എന്നുള്ള രീതിയിൽ നാം കൽപ്പിക്കുന്നു, ജോലി ചെയ്യാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ കോടതി പുറപ്പെടുവിക്കുന്നതാണ് ഇത് മാൻഡമസ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ കർത്തവ്യം നിർവഹിക്കാതിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇത് അർഹതയില്ലാത്ത ജോലി ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് കോ വാറന്റോ. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരീരം ഹാജരാക്കുക. അനധികൃതമായിട്ട് ഒരാളെ തടവിൽ വെച്ചിരിക്കേണ്ട അന്യായമായി ഒരാളെ തടവിൽ വെച്ചിരിക്കുന്നതിനെ അതിനെതിരായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ കോടതി ശരീരം ഹാജരാക്കാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം എവിടെ ഹാജരാക്കണം? കോടതിക്ക് മുന്നാടെ ഹാജരാക്കണം. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നതാണ് അർത്ഥം. പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു കീഴ്ക്കോടതി അധികാരപരിധി ലംഘിച്ചുകൊണ്ട് ഒരു കോടതി പ്രവർത്തിക്കുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അധികാരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോടതിയെ തടഞ്ഞുകൊണ്ട് മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു റിട്ട് കൂടി ഉണ്ടല്ലോ. ഏതാണ്? സെർഷററി. ആ സെർഷററി എന്ന് പറയുന്നത് എന്താണ്? കീഴ്ക്കോടതിയിലെ കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷററി. കീഴ്ക്കോടതിയിലെ കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ നമ്മൾ എന്ത് പറയുന്നു? സെർഷററി എന്ന് പറയുന്നു. അപ്പോൾ ഈ 4-5 റിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് 32-ാം ആർട്ടിക്കിൾ പ്രകാരവും ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് 226-ാം ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആ റിട്ട് സെറ്റാണ്. അടുത്ത് നോക്കിക്കോ. കഴിഞ്ഞതും നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മാരത്തോണിൽ. ഇതും നമ്മൾ മാരത്തോണിൽ പറഞ്ഞാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് രൂപീകൃതമായ കമ്മിറ്റി ഏതെന്നാണ് ചോദ്യം. ഓക്കെ ആണ്.
നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യകാലത്ത് എന്തുണ്ടായിരുന്നില്ല? ഭരണഘടന രൂപീകരിച്ച് 1950 ജനുവരി 26 അത് പുറത്തു വരുന്ന സമയത്ത് ഭരണഘടനയിലേക്ക് നമ്മൾ മൗലിക കടമകൾ എന്ന് പറഞ്ഞൊരു ഭാഗം ഉൾപ്പെടുത്തിയിരുന്നില്ല. പിൻകാലത്ത് 42ാം ഭേദഗതിയിലൂടെ, ഏത് ഭേദഗതിയാണ്? 42ാം ഭേദഗതിയിലൂടെ 1976 നമ്മൾ എന്ത് ചെയ്യുന്നു? ഭരണഘടനയ്ക്ക് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് പഠിച്ച് അത് ഉൾപ്പെടുത്താൻ വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റിയായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി. ഓക്കെ, അങ്ങനെ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഭരണഘടനയിലെ 4A എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. അവിടെ നമ്മൾ 51A എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 10 അവകാശങ്ങൾ, 10 കടമകളായിരുന്നു ആദ്യം പറഞ്ഞത്. 10 കടമകളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അതിപ്പോൾ 11 കടമയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ 11 കടമകളുണ്ട്. 11ാമതായിട്ട് കൂട്ടിച്ചേർത്ത കടമയാണ് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്നുള്ളത്. കൊടുക്കേണ്ടത് ആരാണ്? വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആരാണ്? രക്ഷിതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് കൂട്ടിച്ചേർത്ത ഭേദഗതിയും 86ാം ഭേദഗതി 2002 86ാം ഭേദഗതിയിലൂടെ 11ാമതൊരു കടമയും കൂടി നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ചുമതലയാണ്, കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കടമകളിലേക്ക് ഭാഗം 4A കൂട്ടിച്ചേർത്തത്. ഓക്കെ ആണ്. അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇവിടെ ആൻസറായി വന്നിരിക്കുന്നത്. അടുത്ത നോക്കിക്കോ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, വീണ്ടും ഞാൻ കഴിഞ്ഞ മാരത്തോണിൽ പറഞ്ഞാണ്, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എപ്പോഴും ആരാണ്? ഗവർണറാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ മനുഷ്യാവകാശം, അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള വിവരാവകാശം 2 കമ്മീഷനുണ്ട് സംസ്ഥാനത്തിലെ. സംസ്ഥാനത്തുള്ള മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ഗവർണറാണ്. എന്നാൽ അത് പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാനത്ത് പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. എന്നാൽ ഇവിടെയോ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നത് ആരെന്നെയാണ്? ഗവർണറാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, എന്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ പ്രസിഡന്റ് പിരിച്ചുവിടുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് വരുന്നതിൽ ചെയർമാനൊക്കെ സുപ്രീം കോടതി ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ജഡ്ജിയൊക്കെ ആയിട്ടുള്ള ആളുകളാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഇവിടെ കേരളത്തിലൊക്കെ അംഗങ്ങളായി വരുന്നത് അല്ലേ. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമാണ് ഈ ഹൈക്കോടതി എന്നൊക്കെ പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനത്തിലെ ഒരു അംഗത്തിനെ ഇന്ത്യയിൽ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിലെ അംഗത്തിനെ ഇന്ത്യയിൽ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും പിരിച്ചുവിടാൻ പ്രസിഡന്റിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലുള്ള ഒരു അംഗമാണെങ്കിൽ, ഹൈക്കോടതിയിലുള്ള ഒരു ജഡ്ജിയല്ലേ ഇവിടെ വരുന്നത്. ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ഭരണഘടനയിലുള്ള ഒരു സ്ഥാപനമല്ലേ, അതൊരു ഭരണഘടനാ സ്ഥാപനമല്ലേ. അപ്പോൾ ഹൈക്കോടതിയിലെ അംഗമല്ലേ ഹൈക്കോടതി ജഡ്ജി? മനസ്സിലായോ? അപ്പോൾ ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിലെ അംഗമാണ്. നമ്മൾ പറഞ്ഞ പ്രകാരം ഭരണഘടനാ സ്ഥാപനത്തിലെ ഒരു അംഗത്തിനെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗത്തിനെ പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. ഇവിടെ അങ്ങനെയില്ല, അത് ഗവർണർക്ക് തന്നെ പിരിച്ചുവിടാം. ഓക്കെ ആണ്. ഇവിടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 70 വയസ്സാണ്. ഇവിടെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക അല്ലേ. കേന്ദ്ര ഗവൺമെൻറ് കാലാവധി തീരുമാനിക്കും. നിലവിൽ അത് 3 വർഷം 65 വയസ്സാണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുക. ഓക്കെ ആണ്. ഇതിനടുത്ത് നോക്കിക്കോ, മസ്ദൂർ കിസാൻ ശക്തി സംഘടന ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വിവരാവകാശ നിയമം കൊണ്ടുവരാൻ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് അരുണ റോയ് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയായിരുന്നു ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന് പറയുന്ന, ഇവിടെ ഇങ്ങനെ പേര് കംപ്ലീറ്റ് തന്നിട്ടുണ്ട്. ചില എക്സാമുകൾക്ക് MKSS എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. MKSS എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അത് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ്, സമരങ്ങൾ പ്രകാരമാണ് രാജ്യത്ത് എന്ത് വന്നിരിക്കുന്നത്? വിവരാവകാശ കമ്മീഷൻ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ, സെറ്റാണല്ലോ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കിക്കോ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല, അത് 2005 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം വരുന്നത്. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ വരുന്നത്. കാരണമായത് ഏതായിരുന്നു? നമ്മൾ പറഞ്ഞ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ്, ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഈ നിയമം വന്നതോടുകൂടി മറ്റൊരു നിയമം ഇവിടെ ഇല്ലാണ്ടായിട്ടുണ്ട്, അതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. അപ്പം ഇവിടെ നിന്ന് എന്താ ചോദ്യം? ഇതിന്ന് എന്ത് ചോദിക്കാം? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഈ ആക്ട് വന്നതോട് 2005 വിവരാവകാശ നിയമം വന്നതോടുകൂടി ഈ നിയമം ഇല്ലാതായി. അപ്പോൾ ആ നിയമം വന്നിരിക്കുന്നതാണ് 2005 എന്ന് ഓർത്തിരിക്കുക. വിവരാവകാശ നിയമപ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമാണ് രാജ്യത്ത് എന്ത് വരുന്നത്? വിവരാവകാശ നിയമം കമ്മീഷനൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്തും കേന്ദ്രത്തിലും കമ്മീഷനുകളൊക്കെ വരാൻ കാരണമായൊരു നിയമം കൂടിയാണ് വിവരാവകാശ നിയമം. ഓക്കെ അല്ലേ? ഇതിനടുത്ത് നോക്കിക്കോ, വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു വെച്ചോ. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ. ഒരു ഗവൺമെന്റ് ഓഫീസിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? വിവരങ്ങൾ ലഭിക്കാം. അപ്പോൾ വിവരങ്ങൾ നമുക്ക് ഏതൊരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകൂലേ? നമ്മുടെ കൊടുക്കുന്ന നികുതി പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് സാലറി കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന വിവരങ്ങൾ അറിയാനുള്ളൊരു എന്താണ് ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമുക്ക് അവകാശമുണ്ട് അല്ലേ? അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ എല്ലാ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല. ഒരു സർക്കാർ ഓഫീസിൽ എല്ലാ വിവരമൊന്നും കിട്ടില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ വിവരം എന്ന് പറയുന്നതിൻ്റെ നിർവചനത്തിൽ വരുന്നതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫീസിലുള്ള ഏതൊരു ഫയലും, രേഖകളും, പ്രമാണങ്ങളും, സർക്കുലറുകളും, ഓരോ ഓഫീസിലും വരുന്ന സർക്കുലറുകൾ, മെമ്മോ എന്ന് പറയുന്ന രീതിയിൽ അവിടെ എന്താണ് വരുന്നുണ്ട്, അതിൻ്റെ ഹയർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ് ഈ മെമ്മോകൾ, അത് വരുന്നുണ്ട്. ഉപദേശങ്ങൾ, മുന്നോട്ട് പോകുമ്പോൾ ഓരോ സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുകളും അവരുടെ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളും നൽകുന്ന ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, എന്തെങ്കിലും രീതിയിലുള്ള കരാറുകൾ ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാറുകൾ, സ്ഥിതി വിവര കണക്കുകൾ, അവിടുത്തെ സ്ഥിതി വിവര കണക്കുകൾ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്. എന്താണ് ലോഗ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് വന്നും പോയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്ന ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പുകൾ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പത്രക്കുറിപ്പോ കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ആ പത്രക്കുറിപ്പുകൾ, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ അല്ലേ? ഇലക്ട്രോണിക് രൂപത്തിലാക്കിയിട്ട് ഏതെങ്കിലും വിവരങ്ങളൊക്കെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ, ഇമെയിലുകൾ, ഓരോ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇമെയിലുകളൊക്കെ അത് അയച്ചിട്ടുണ്ടെങ്കിൽ അത്, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തിനെ സംബന്ധിച്ച വിവരങ്ങൾ, ഏതെങ്കിലും പൊതു അധികാരി എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന് ലഭ്യമാകുന്ന രീതിയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ എന്തിൻ്റെ കാര്യത്തിൽപ്പെടും? പൊതുവിവരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഓക്കെയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം. അപ്പോൾ പൊതു കാര്യത്തിനകത്ത് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്കുകൾ, പത്രക്കുറിപ്പ് സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിലുകൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയാണ് എന്തിൻ്റെ പരിധിയിൽ വരുന്നത്? വിവരാവകാശ നിയമത്തിൽ വിവരങ്ങൾ എന്നുള്ള രീതിയിൽ പരിധിയിൽ വരുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എല്ലാ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. സർക്കാരിൻ്റെ കീഴിൽ വരുന്ന, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നത്. അതായത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാവില്ല. ഓക്കെ. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളോ, കോടതി പരിഗണനയിലുള്ള വിവരങ്ങളോ, വ്യക്തികളുടെ ജീവനെയും സുരക്ഷയും ഭീഷണിയാകുന്ന വിവരങ്ങളോ എന്ത് ചെയ്യാൻ പറ്റില്ല? വെളിപ്പെടുത്താൻ പറ്റില്ല. ഈ നിയമപ്രകാരം ലഭ്യമാകില്ല എന്നുകൂടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെയാണ്.
വിവരാവകാശ നിയമപ്രകാരം അധികാരം പ്രയോഗിക്കുവാനുള്ള ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിലുണ്ടാകും. 10 കവിയാത്ത അംഗങ്ങളുണ്ടാവും. നാം ആവശ്യപ്പെടുന്ന വിവരങ്ങൾക്ക് കൃത്യമായ സമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് നമ്മൾ എന്ത് കൊടുക്കാം? അപ്പീൽ കൊടുക്കാം. 30 ദിവസത്തിനുള്ളിൽ 1ാം അപ്പീലും 90 ദിവസത്തിനകം കമ്മീഷന് 2ാം അപ്പീലും സമർപ്പിക്കാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഓരോ ദിവസവും എന്ത് ചെയ്യും? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ 250 രൂപ വീതം പിഴ ചുമത്താനും കമ്മീഷൻ അധികാരമുണ്ട്. 250 മുതൽ 25,000 രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്? പിഴ ചുമത്തുന്നതെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. അപ്പോൾ പരിധിയിൽ വരാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പത്രക്കുറിപ്പുകൾ വരുന്നില്ലേ? വരുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ വരില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് വരാത്തത്. ഇനി അടുത്ത് വായിക്കേണ്ടതില്ല, നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ബി ആണ് ഇവിടെ വരാത്തത്. അപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ വരുന്നില്ലേ? ഉണ്ട്. ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന സർക്കുലറുകൾ വരുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസറായി വന്നിരിക്കുന്നത് ബി ആണ്. സെറ്റല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് SCERT നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഇത് നോക്കിക്കോ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ പ്രദേശം. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന്. അതെവിടെയാണ്? മണിപ്പൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ വന്നത് 1950 ജനുവരി 26 തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഭരണഘടന വന്നതിൻ്റെ കൂടെ തന്നെയാണ്. കാരണം ഇത് പറയുന്നത് ആർട്ടിക്കിൾ 326 ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഭരണഘടനയിൽ. മാത്രമല്ല ഇത് വന്ന സമയത്ത് 21 വയസ്സായിരുന്നു ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ട് വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എത്രയാക്കി കുറച്ചു? 18 കുറച്ചിട്ടുണ്ട്. ആ 18 കുറയ്ക്കണമെങ്കിൽ ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തണം. ആർട്ടിക്കിൾ 326 മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്തിയ ഭേദഗതിയായിരുന്നു 61ാം ഭേദഗതി. 61ാം ഭേദഗതി 1988, 89 കാലഘട്ടത്തിൽ നടന്ന 61ാം ഭേദഗതി. അതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആയിരുന്നു വെങ്കിട്ടരാമൻ. ഓക്കെ, പ്രധാനമന്ത്രി ആ സമയത്തുണ്ടായിരുന്നത് ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണെന്ന് ഓർത്തിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ 89 മുതൽ നമ്മുടെ രാജ്യത്ത് 21 നിന്നും 18 ആയിട്ട് പ്രായപരിധി കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ എന്നതും ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനാണെന്നാണ് ചോദ്യം. ഒരു സംശയം വേണ്ട, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 32 ഇദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്, അല്ലെങ്കിൽ റിട്ട് അധികാരത്തിനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഹൃദയവും ആത്മാവുമെന്ന് ആമുഖത്തിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആമുഖത്തിന് ഇതേ കാര്യം വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവായിരുന്നു. താക്കൂർദാസ് ഭാർഗവാണ് നമ്മുടെ ആമുഖത്തിനെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത്. ആമുഖത്തിനെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് താക്കൂർദാസ് ഭാർഗവാണ്. എന്നാൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 32 അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തിനെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് BR അംബേദ്കർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കോ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? നമ്മൾ ഓൾറെഡി ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പിൻകാലത്ത് കൂട്ടിച്ചേർത്ത ഒരു അവകാശമാണ്, ആർട്ടിക്കിളാണ്, മൗലികാവകാശങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 21A എന്ന് പറയുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും അതുപോലെ തന്നെ നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഓക്കെ, ഇത് കൂട്ടിച്ചേർക്കാൻ ചെയ്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി. 86ാം ഭേദഗതി 2002 ഈ ഒരു 86ാം ഭേദഗതി ഇന്ത്യയിൽ നടക്കുന്നത്. അതിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആയിരുന്നു APJ അബ്ദുൽ കലാം. അന്ന് അതിൽ ഒപ്പുവെച്ച ആ സമയത്തുള്ള പ്രധാനമന്ത്രി ആയിരുന്നു AB വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ഇതെല്ലാം നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, മാരത്തോൺ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ആ നിയമമായിരുന്നു വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറഞ്ഞൊരു നിയമം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അവകാശ നിയമം. ഓക്കെ, ഈ നിയമം ഇന്ത്യയിൽ വരുമ്പോൾ അത് പാസ്സാക്കിയത് 2009 ആ പാസ്സാക്കുമ്പോൾ ഒപ്പുവെച്ച പ്രധാന പ്രസിഡന്റ് ആയിരുന്നു പ്രതിഭ പാട്ടീൽ. ഓക്കെ, നിയമം പാസ്സാക്കിയത് പ്രതിഭ പാട്ടീലും, എന്നാൽ ഈ ഭേദഗതി വന്ന സമയത്ത് അതിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം ആണെന്ന് ഓർത്തിരിക്കുക. ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്ന് കൂടി ഇതിൽ ഓർത്ത് വെക്കുക. അപ്പം മൗലികാവകാശങ്ങളുടെ പട്ടികയിലേക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്തത് ഏതാണ്? 86 ഭേദഗതിയാണ്. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന 21A മാത്രമല്ല 51A Kയിലേക്ക് 11ാമത്തെ കടമയായിട്ടും കൂടി ഉൾപ്പെടുത്തിയത് ഇതേ ഭേദഗതിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇതിനടുത്ത് നോക്കാം, ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം. ഇതൊന്നും എഴുതാൻ അറിയാത്തവരുണ്ടോ? ഇതൊന്നും ഞാൻ ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമൊന്നുമില്ല. അതേതാണ്? അവിടെ നേവി ബ്ലൂ ഉണ്ട്. അപ്പം നീലയല്ലേ? എനിക്കറിയാം നീലയാണെന്ന് വിചാരിച്ച് ചാടി കയറാൻ പോയി കഴിഞ്ഞാൽ നേവി ബ്ലൂ, ആകാശ നീല, ഇളം നീല, കടും നീല. ഇനി കടും നീലയ്ക്കൊക്കെ ഇവർ ഏത് നീലയാണ് കണ്ടുപിടിച്ചെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ നിയമത്തിനകത്ത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 2002 ജനുവരി 26 വന്നിട്ടുള്ള ഫ്ലാഗ് കോഡിൽ പറഞ്ഞിരിക്കുന്നത്, ഫ്ലാഗ് കോഡിൽ ഈ നിറത്തിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അത് നേവി ബ്ലൂ എന്നുള്ള രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. നേവി ബ്ലൂ ആണ് അശോക ചക്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഈ നേവി ബ്ലൂ താഴെയും കടും നീല മുകളിലൊക്കെ ആണെങ്കിൽ കടും നീല എന്നൊക്കെ ചിന്തിച്ച് അത് കുത്തി കഴിഞ്ഞാൽ പണി കിട്ടിപ്പോവുമായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് കൂടാതെ നമ്മുടെ പതാകയിലുള്ളതൊക്കെയാണ്. മുകളിൽ സാഫ്രോൺ കുങ്കുമമാണ്, നടുക്ക് വെള്ളയാണ്, അത് കഴിഞ്ഞിട്ട് പച്ചയാണ്. കുങ്കുമം എന്ന് പറയുന്നത് ധീരതയെയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നു. വെള്ള എന്ന് പറയുന്നത് സത്യത്തിനെയും സമാധാനത്തിനെയും സൂചിപ്പിക്കുന്നു. പച്ച സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ ഇതിന് നിർവചനം കൊടുത്തിരിക്കുന്ന ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അതും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം, SIR. നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് SIR എന്ന് പറയുന്നത്. ഇതെന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദ്യം എല്ലാവർക്കും അറിയാം. ഈ വോട്ടർ പട്ടികയിലില്ല അല്ലെ മരിച്ചതും അല്ലെ അനധികൃതമായിരിക്കുന്ന ആളുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടിക പുനഃക്രമിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് SIR എന്ന് പറയുന്ന ഒരു പ്രക്രിയ. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? SIR നടത്തുന്നത്. അതുപോലെ ജനപ്രാതിനിധ്യം 1950 ഒരു ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ആ ജനപ്രാതിനിധ്യ നിയമത്തിലെ 21ാം വകുപ്പ് പ്രകാരം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ നിയമത്തിലെ 21ാം വകുപ്പ് പ്രകാരമാണ് നമ്മുടെ ഇന്ത്യയിൽ SIR നടപ്പിലാക്കുന്നത്. ആ SIR എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഇനി എങ്ങാനും അമ്മാർ ഇതെന്ന് ചോദിച്ചാലോ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ് ഈ SIRന് പറയുന്ന ഫുൾ പേര്. യോഗ്യരായ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരു യോഗ്യമല്ലാത്ത വോട്ടറെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഉറപ്പാക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നടപടിയാണ് SIR എന്ന് പറയുന്നത്. മരണപ്പെട്ട ആളുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ SIR നടപ്പിലാക്കുന്നത്. 2025 ഒക്ടോബർ 27 മുതലാണ് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ തുടങ്ങുന്നത്. ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന SIR നടപ്പിലാക്കുന്നത്. ഇത് 14ാമത്തെ തവണയാണ് SIR നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് 2002 വോട്ടർ പട്ടികയാണ്. 2002 വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിൽ SIR നടപ്പിലാക്കുന്നത്. ഓർത്തിരിക്കുക. അപ്പം നിങ്ങളോട് ചോദിക്കും, ഏത് വർഷത്തെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ അത് 2002 പുറത്തു വന്ന കമ്മീഷൻ പുറത്തുവിട്ട വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ ആണോ? ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ SIR നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി SIR നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ആദ്യം ഇപ്പോൾ പുതുക്കിയ SIRന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനമാണ് ബീഹാർ എന്നുള്ളതും ഓർത്തിരിക്കുക. ബീഹാറിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പുതുക്കിയ SIR പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കിക്കോ, ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗം? നമുക്ക് ദേശീയ ഗാനമുണ്ട്, ഗീതമുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രിലിംസിൻ്റെ മാരത്തോണിൽ 1 മണിക്കൂർ മാരത്തോണിൽ പറഞ്ഞാണ്. ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണ രാഗത്തിലും ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയരാഗത്തിലുമാണ്. ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്. ഇത് ജാദുനാഥ് ഭട്ടാചാര്യാണ്. ഓക്കെ, ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. ഇത് പുതിയ നിയമപ്രകാരം 3 മിനിറ്റും 10 സെക്കൻഡാണ്. ഇത്രയും ഓർത്തിരിക്കുക. ക്ലിയർ ആണ്?
ക്ലിയർ ആണ്. അടുത്തൊരു ചോദ്യം നോക്കിക്കോ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഓക്കെ, അപ്പോൾ ഈ പതാകയുമായി ബന്ധപ്പെട്ട ഒരു ടൈം ലൈൻ നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇവന്മാരിത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോ. 1921 പിംഗലി വെങ്കയ്യ പതാകയുടെ രൂപകൽപ്പന ചെയ്യുന്നു. ഒരു പതാക രൂപകൽപ്പന ചെയ്യുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം. വിജയവാഡയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ സമ്മേളനത്തിൽ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ചുവപ്പും പച്ചയും നിറത്തിലുള്ള ഒരു പതാക, അതായത് 2 കളറേ ഉള്ളൂ, അത് ചുവപ്പും പച്ചയാണ്. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു ചർക്ക ഉൾപ്പെട്ടൊരു പതാകയാണ് അന്ന് ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തത്, നിർമ്മിച്ചു കൊടുത്തിരുന്നത്. ആ പതാക ആർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്? ഗാന്ധിജിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി ആ പതാക അംഗീകരിച്ചത് 1921 അപ്പം അത് പിംഗലി വെങ്കയ്യ തന്നെയാണ് രൂപകൽപ്പന ചെയ്ത് കൊടുത്തത്, പച്ചയും ചുവപ്പും നിറത്തിൽ. അതിൻ്റെ നടുക്ക് എന്താണ്, ഒരു വലിയ ചർക്ക ഉണ്ടായിരുന്നു. പിന്നീട് അത് 1931 ആയപ്പോൾ സ്വരാജ് പതാക എന്നുള്ള പേരിൽ കോൺഗ്രസ് അംഗീകരിച്ചു. ഇതാണ് INC അംഗീകരിച്ചത്. ഇത് ഗാന്ധിജിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, സ്വരാജ് പതാക എന്നുള്ള പേരിൽ INC നമുക്കൊരു ദേശീയ പതാക സമരങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് 1931 അത് പക്ഷേ ഈ ചുവപ്പും പച്ചയും കളറിലായിരുന്നില്ല. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് എന്തുപയോഗിക്കുന്നത്, കുങ്കുമം, വെള്ള, പച്ച എന്നീ കളറുകളും അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ചർക്കയും വെച്ചുകൊണ്ടുള്ള ഒരു പതാക ഉപയോഗിക്കുന്നത്. ചർക്ക മധ്യഭാഗത്തുള്ള ഒരു പതാകയായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? 1931 നടത്തിയിട്ടുള്ള സ്വരാജ് പതാകയുടെ പതാകയാണ് നമ്മൾ INC ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് 1931. അതിനുശേഷം 47 ജൂലൈ 22 ഈ പറഞ്ഞിരിക്കുന്ന സ്വരാജ് പതാകയാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ ഉപയോഗിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുന്നവരെ നമ്മൾ ഇന്ത്യയിൽ അത് ഉപയോഗിച്ച് പോന്നിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യാനന്തരമാണ് INCയുടെ ഈ പതാക മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു പതാക ദേശീയ പതാകയാക്കി കണ്ടുവെച്ചുകൊണ്ട് അതിൻ്റെ നടുക്കുണ്ടായിരുന്ന ചർക്ക മാറ്റിയിട്ട് അതിൻ്റെ നടുക്കിലേക്ക് അശോക ചക്രം കൊണ്ടുവെക്കുന്നത് പിംഗലി വെങ്കയ്യ തന്നെ. അത് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ പതാകയായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലുള്ള അഡോഹ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ പതാകയായി നിലവിലെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചു. ചർക്കയ്ക്ക് പകരം 24 അഴികളുള്ള അശോക ചക്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണ്. അതിനുശേഷം 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ പതാകയുമായി സംബന്ധിച്ച് വരുന്നുണ്ട്. പതാകയുടെ ഉപയോഗവും ബഹുമാനവും സംബന്ധിച്ച സമഗ്ര നിയമങ്ങൾ അടങ്ങിയ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 പ്രാബല്യത്തിൽ വന്നത് ജനുവരി 26, 2002 ദെൻ 2004 ജനുവരി 23 പതാക ഉയർത്തുന്നത് ഒരു മൗലികാവകാശമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതി നവീൻ ജിൻഡാലുമായി ബന്ധപ്പെട്ട ഒരു കേസിനകത്ത് ഓരോ പൗരനും ദേശീയ പതാക ഉയർത്താനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11A പ്രകാരം മൗലിക അവകാശമാക്കിയിട്ട് വിധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അത്രയും ഡീറ്റെയിലേക്ക് പോയാലോ. 2021-22 പുതിയൊരു ഭേദഗതി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പതാക നിർമ്മിക്കണമെങ്കിൽ ഖാദി തുണിയിൽ മാത്രമേ നിർമ്മിക്കാൻ പറ്റുള്ളൂ എന്നൊരു നിയമമായിരുന്നു. എന്നാൽ 2021-22 അതിൽ ചെറിയൊരു മാറ്റം വരുത്തി. അതെന്തിനും കൂടി നിർമ്മിക്കാം, മെഷീൻ നിർമ്മിക്കാം, അതുപോലെ തന്നെ പോളിസ്റ്റർ തുണി കൊണ്ടുള്ള പതാകകൾ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കാരണം അന്ന് കൊറോണ കാലഘട്ടത്തിലൊക്കെ പതാക ഉയർത്തുന്ന വീട്ടിൽ ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയിരുന്നു. അങ്ങനെ വീടുകളിൽ പതാക ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അത് രാത്രിയിലും വീടുകളിൽ പതാക ഉയർത്തി നിൽക്കാൻ ഫ്ലാഗ് കോഡിൽ ഇളവ് വരുത്തിക്കൊണ്ട് 2021-22 ഒരു ഭേദഗതി വരുത്തിയിരുന്നു. അന്ന് വീടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയായിരുന്നു ഹർ ഘർ തിരങ്ക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമായിരുന്നു ഈ ഹർ ഘർ തിരങ്ക എന്ന് പറയുന്നതും കൂടി ഓർത്തിരിക്കുക. രാത്രി കാലങ്ങളിലും പതാക ഉയർത്താനുള്ള ഒരു അനുമതിയും കൂടി ഈ ഒരു ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് പതാകയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജി ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ ഒരു മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചതെന്നാണ്. അത് 1921 പച്ച ചുവപ്പ് നിറത്തിൽ മധ്യഭാഗത്ത് ചർക്കയും ഉൾപ്പെട്ടൊരു പതാകയായിരുന്നു നൽകിയിരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സെറ്റല്ലേ? ഇതിനകത്ത് നോക്കിക്കോ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം? സുരക്ഷിതമായത് നമുക്ക് കോമൺ സെൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല റോഡ്, കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തൊരു റോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം കുഴിയുള്ള റോഡ് നമ്മുടെ ജീവനെ ബാധിക്കുന്നില്ലേ? ജീവനെ ബാധിക്കുന്ന വിഷയമായിട്ട് റോഡുകൾ മാറി. അപ്പം റോഡ് സുരക്ഷിതമായിരിക്കുന്നത് നമ്മുടെ ജീവനെ ബാധിക്കുന്ന അവകാശമല്ലേ? അപ്പം സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ഭാഗമായി ജീവിക്കാനുള്ള അവകാശമായിട്ടാണ്
പുതിയ രീതിയിൽ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഒരുപാട് കാര്യങ്ങൾ ആർട്ടിക്കിൾ 21 പ്രകാരം കോടതികൾ നിർവഹിച്ചു വെച്ചിരിക്കുന്നുണ്ട് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തിൻ്റെ ഭാഗമായി. അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21 ഭാഗമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രോമ കെയറിനുള്ള അവകാശം, അതുപോലെ തന്നെ എന്താണ് നല്ല ഭക്ഷണം കഴിക്കാനും പാർപ്പിടത്തിനും വസ്ത്രങ്ങൾ ധരിക്കാനും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനും ഉറങ്ങാനും ഒക്കെയുള്ള അവകാശം എന്താണ്? ആശുപത്രിയിലെ നല്ല ചികിത്സ ലഭിക്കാനും ജീവിത മാർഗത്തിനുള്ള അവകാശം ഒക്കെ ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് സുപ്രീം കോടതി വിധിച്ച കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനടുത്ത് നോക്കിക്കോ. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടെന്നാണ് ചോദ്യം. ഒരു സംശയം വേണ്ട, അത് താമരയിൽ നിന്നാണ്. ഇത് റീസെൻ്റ്ലി നമുക്ക് കറണ്ട് അഫയറിൽ പഠിക്കാവുന്നതാണ്. ഇതാണ് ആ ലോഗോ എന്ന് പറയുന്നത്, ബ്രിക്സ് ഇന്ത്യ 2026 എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഈ ഒരു രീതിയിലുള്ളൊരു ഒരു ചിഹ്നമാണ് അവിടെ ബ്രിക്സ് ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ. ബിൽഡിംഗ് ഫോർ റിസൈലൻസ് ഇന്നൊവേഷൻ കോർപ്പറേഷൻ ആൻഡ് സബ്സ്റ്റൈബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിക്സ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചിഹ്നത്തിനകത്ത് താമരയുടെ മോഡലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒന്നും വേണ്ട, BJP കുറിച്ച് ആലോചിച്ചാൽ മതി. BJPയുടെ ചിഹ്നവും എന്തുതന്നെയാണ്? താമരയാണ്. ഓക്കെ, അവരാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ അവരുടെ ചിഹ്നമാണെന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ പ്രിലിംസിന് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാച്ചുകളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോയതാണ്. അതിൽ നിന്നാണ് 90% ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കുറഞ്ഞ സമയത്തിൽ നടത്തിയിരിക്കുന്ന മാരത്തോണിൽ നിന്നാണ് 90% ചോദ്യം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് 99% ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തണം. നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ഒരു മാരത്തോൺ കൂടി നമ്മൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. മാത്രമല്ല നമ്മുടെ പുതിയ ബാച്ചുകളൊക്കെ ഇവിടെ ആരംഭിക്കുന്നത്, ഒരു വേരിയസ് LGSൻ്റെ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തുടങ്ങാൻ പോകുന്നുണ്ട്. ഓക്കെ, അതിവിടെ തുടങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് നോക്കൗട്ട് ബാച്ച്. കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് എക്സാമിൽ നിന്ന് കഴിഞ്ഞ എക്സാമിനൊക്കെ മനസ്സിലാക്കിയാണ്. 15ഓളം മാർക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമായിട്ടുള്ളൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. 499 രൂപ മാത്രമായി വിലയുള്ള ഒരു വർഷം വാലിഡിറ്റിയുള്ള ഇതുവരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകളും ലഭിക്കുന്ന ഒരു ബാച്ചാണത്. ദെൻ LDC കോംബോ 2027 LDCയും LGSും ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോംബോ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDC മാത്രമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ, ഡിഗ്രി ഉള്ളവർക്ക് LGS പറ്റില്ല എങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം? LDC മാത്രമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കുന്ന ഒരു ബാച്ചും കൂടി, അത് മാത്രമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചും കൂടി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചുകളൊക്കെ ജോയിൻ ചെയ്യുക. അവിടെ വെച്ച് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഞാനും നിങ്ങളുടെ മുന്നിലുണ്ടാവും. അപ്പം അവിടെ വെച്ച് നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക്